ഹെബ്രോൺ സർവകലാശാല വിദ്യാർത്ഥിനി ജെനിൻ അമ്രിനെ ചിരിച്ചുകൊണ്ടേ കാണാറുണ്ടായിരുന്നുള്ളൂ. തടവറക്കാലം കഴിഞ്ഞ് തിരിച്ചെത്തിയ അവൾ അക്ഷരാർത്ഥത്തിൽ പറക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. ഉപ്പയെ കെട്ടിപ്പിടിച്ചു. ഒരു അപരാധവും ചെയ്യാതെ ആയുസ്സിൻ്റെ 14 മാസം തടങ്കലിൽ ഹോമിക്കേണ്ടി വന്നതിൻ്റെ വേദനയും പരവേശവുമെല്ലാം ആ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു, നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തടവുകാരി എന്നെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞു. തളർച്ച മുറ്റിയതെങ്കിലും ശാന്തത നഷ്ടമാവാത്ത ശബ്ദത്തിൽ ജെനിൻ പറഞ്ഞു വച്ചു. ജയിലിൽ അടക്കപ്പെട്ട നേരത്തുള്ളതിന് സമാനമായ ക്രൂരമായ മർദ്ദനങ്ങൾ മോചനവേളയിലും ആവർത്തിക്കപ്പെട്ടു. ഡാമൻ ജയിലിൽ നിന്ന് ഓഫർ ജയിലിലേക്ക് മാറ്റിയ സന്ദർഭത്തിൽ താനും മറ്റു തടവുകാരികളും മർദ്ദനത്തിനും അപമാനത്തിനും വിധേയമാക്കപ്പെട്ടു. ഞങ്ങളെല്ലാം കൊടിയ അപമാനത്തിനും അവഹേളനത്തിനും ഇരയായി. പരിശോധനാ നടപടിക്രമങ്ങൾക്കെന്ന വേചേന അവർ ഞങ്ങളെ ദീർഘനേരം തണുത്ത സ്ഥലത്ത് പാർപ്പിച്ചു. നൽകിയ ഭക്ഷണത്തെ ഭക്ഷണമെന്ന് വിളിക്കാൻ കഴിയില്ല. കുറച്ച് ധാന്യങ്ങൾ, പാകം ചെയ്യാത്ത അരി, ഉപ്പില്ലാത്ത സൂപ്പ്, തുരുമ്പുരുചിയുള്ള വെള്ളം, ഇതു കഴിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ നഗരത്തിൻ്റെ പേര് പേറുന്ന ജെനിൻ ജയിൽ സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങളും വ്യക്തിപരമായ അന്തസ്സും ഹനിക്കുന്ന അതിക്രൂരമായ ഇടമാണ്. അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ജയിലിൽ നിന്ന് മോചിതയായതിൻ്റെ പിറ്റേന്ന് തന്നെ ഇസ്രായേൽ സൈന്യം ജെനിൻ്റെ വീട് ആക്രമിക്കുകയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മോചനം ആഘോഷിച്ചാൽ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു സയണിസ്റ്റ് സേനയുടെ മുന്നറിയിപ്പ്.